ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഉച്ചക്കലത്തേക്ക് ഞാനൊരു കറി ഉണ്ടാക്കുകയാണ്. മീൻകറി ഇല്ലെന്നും പറഞ്ഞ് ഇനി ആരും വിഷമിക്കേണ്ട. നമുക്ക് വാഴയ്ക്ക വെച്ച് എങ്ങനെ ഒരു മീൻകറി ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നാടൻ മീൻകറി. അപ്പം നമുക്ക് അതിലേക്ക് 2 വാഴയ്ക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങളുടെ സൈഡിൽ ഇത് മൊന്തങ്ക എന്നാണ് പറയുന്നത്. ഇത് വെച്ച് നമുക്ക് ഒരു മീൻകറി ഉണ്ടാക്കാം. ഇങ്ങനെ നമ്മൾ മീൻകറി കൂട്ടുന്ന അതേ ടേസ്റ്റിലാണ്, പക്ഷെ മീനല്ലെന്ന് മാത്രം. അതെങ്ങനെയാണ് നമുക്ക് കണ്ടു നോക്കാം. വരും, നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ. ആദ്യമായിട്ട് നമുക്ക് ഈ വാഴയ്ക്കായി ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. നമ്മൾ അരി കഴുകിയ വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരിച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് നമുക്ക് ആ വെള്ളത്തിനകത്തോട്ട് കട്ട് ചെയ്തിട്ട് വയ്ക്കുക. അപ്പം അതിൻ്റെ ആ കറയൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഈ വലിപ്പത്തിൽ റൗണ്ടിൽ നമ്മൾ തൊലി കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഞാൻ തൊലി കളയുന്നില്ല. തൊലി കളയുന്നവർക്ക് വേണമെങ്കിൽ തൊലി കളയാം. അതിൻ്റെ ആ നാര് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ കാടി വെള്ളത്തിലോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കറയൊക്കെ പോയി കിട്ടും. അങ്ങനെ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഞാനിങ്ങനെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. കാടി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇവിടെ കിടക്കട്ടെ. എണ്ണ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഞങ്ങളുടെ സൈഡിലൊക്കെ മീൻകറിക്ക് കടുകൊക്കെ ഇട്ട് കൊടുത്താണ് വറുക്കുന്നത്. കടുകൊന്ന് പൊട്ടട്ടെ നന്നായിട്ട്. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ചെറുതായി അരിഞ്ഞ ഒരു ചെറിയ ഉള്ളി 2 എണ്ണം ഇടുന്നുണ്ട്. പിന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളിയെ, കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പം സ്റ്റൗ ഞാൻ സിമ്മിൽ വെച്ചേക്കുകയാണ്. നമുക്കിതിനകത്തോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാമേ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് 3 കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. നന്നായി ഒന്ന് മൂത്ത് കിട്ടണം മുളകൊക്കെ. ശകല ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാമേ. ഉലുവാപ്പൊടി വറുത്ത് വെച്ചിരുന്ന കാരണമാണ് ഞാൻ അതിൻ്റെ കൂടെ ഇടാഞ്ഞത്. അപ്പോൾ അത് ഇതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുളകും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് നമ്മുടെ വാളംപുളിയല്ല,
മീൻ പുളി എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് മീൻ പുളി എന്നാണ് പറയുന്നത്. ഈ പുളി ഞാൻ കുറച്ച് വെള്ളത്തിൽ പിന്നെ ഊറാൻ വെച്ചിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം പൊടിയൊക്കെ മൂത്ത് കണ്ട കളറൊക്കെ ഒന്ന് നന്നായി മാറി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ചിട്ട് പിന്നെ വേണം നമ്മുടെ വാഴയ്ക്ക മീൻ ഇടാൻ. വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം തികയത്തില്ല ഇത്. ആവശ്യത്തിന് വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടിയ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ കുറച്ചിടണം, പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മീൻ കഷ്ണങ്ങൾ അതിനകത്തോട്ട് ഇടുന്നത്. ഇപ്പം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ മീൻ ചാറ് ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ മീൻ വാഴയ്ക്ക അത് ഞാൻ ആ കാടിവെള്ളത്തിൽ നിന്നെല്ലാം എടുത്തിട്ട് നന്നായിട്ട് കഴുകി 2-3 വട്ടം പച്ചവെള്ളത്തിൽ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തീരെ അങ്ങ് കനം കുറച്ചരിഞ്ഞാൽ നമ്മുടെ മീനെല്ലാം പൊടിഞ്ഞു പോകും ഇവിടെ. അതുകൊണ്ടാണ് വേകുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി കട്ടിയിൽ അരിയണമെന്ന് പറഞ്ഞത്. ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഉപ്പും പുളിയും എല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സിമ്മിലിടണം. ഫ്രണ്ട്സ്, നമ്മുടെ മീൻകറി നമുക്കത് തുറന്ന് നോക്കാം എന്താ വായെന്ന്. കറിയൊക്കെ അങ്ങനെ നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ വെന്തിട്ടുണ്ട്. നോക്കിക്കേ, നല്ല മീൻകറിയുടെ മണം തന്നെയാണ് വരുന്നത്. നമുക്കിനി ഒരു 2-3 മിനിറ്റും കൂടെ സിമ്മിലിട്ടൊന്ന് പറ്റിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ ചാറെല്ലാം ഇവിടെ കുറുകിയിട്ടുണ്ട്. നോക്ക്, ഇനി ഇത് നമ്മൾ ഒത്തിരി അങ്ങ് കുറുകി അപ്പം പോലെ അങ്ങ് പറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കായൊക്കെ നന്നായിട്ട് വെന്തിട്ടും എല്ലാം ഉണ്ട്. നമുക്ക് ഉപ്പും പുളി എല്ലാം ഉണ്ട്. നമ്മുടെ മീൻകറി തോറ്റു പോകും. ആ ടേസ്റ്റാണ്. ഒരു 2-3 മിനിറ്റും കൂടെ നമുക്കൊന്ന് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് കറി ഓഫ് ചെയ്യാം. നമ്മുടെ മീൻകറി നമുക്കൊന്ന് നോക്കാം. നമ്മുടെ മീൻകറി എല്ലാം ഇവിടെ പറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ സ്റ്റൗ ഓഫ് ചെയ്യാമേ. മേളിലോട്ട് നമുക്ക് ഇച്ചിരി പച്ചക്കറി വേപ്പിലയും കൂടെ വിതറി കൊടുക്കാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ വാഴയ്ക്ക കൊണ്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.